ഹേ ഗായ്സ്, ഇന്ന് ഇത്തിരി ലേറ്റായി പോയിട്ടാ. ഇത്തിരി എന്നല്ല, നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. എപ്പോഴും 9 മണിക്കാണ് എണീക്കാറുള്ളത്. ഇന്ന് ഇത്തിരി കൂടി ലേറ്റായി. അപ്പോൾ ഏട്ടനുള്ള കട്ടനൊക്കെ റെഡിയാക്കി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട്, ഇവിടെ വേറെ ആരും അങ്ങനെ പഞ്ചസാര യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഏട്ടന് മാത്രം ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് ആളെ വിളിച്ച് എണീപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ആള് ഇന്ന് വീഡിയോ എടുക്കണോണ്ട് പെട്ടെന്ന് എണീറ്റ് ഭാഗ്യം. അമ്മാമ്മ ഇന്ന് രാവിലെ പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കി വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും കഴിക്കുന്നതിൽ വെച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഇന്ന് പുട്ടും മുട്ടക്കറിക്ക്. അമ്മാമ്മക്ക് രാവിലെ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മാമ്മ രാവിലെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ഇപ്പോൾ എന്തായാലും വരും. പൂപ്പിയാണെങ്കിൽ എന്ത് പറ്റിയെന്നറിയില്ല, ഇങ്ങനെ കിടന്ന് ഓട്ടാണ്. ആൾക്ക് രാവിലെ കളിയാണ് കേട്ടോ. സിമ്പക്ക് ഇതൊക്കെ നല്ല തീരെ പിടിക്കുന്നില്ല. ഉച്ചയ്ക്ക് എന്തായാലും ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടിരിക്കുകയാണ്. തട്ടിക്കൂട്ട് ബിരിയാണിയാണ് എന്തായാലും. പൂപ്പി ഇങ്ങനെ കാലയിലൊക്കെ പിടിച്ച് മനുഷ്യനവിടെ നിന്ന് എത്തണില്ല കേട്ടോ. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഈ എപ്പോഴും ഇടാറുള്ള എല്ലാ കാര്യങ്ങളും ഇട്ട് മസാലയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം എനിക്ക് പിന്നെ മടിയായിരുന്നു ഇളക്കാനായിട്ട് കേട്ടോ. അത് കാരണം കുക്കറിലൊക്കെ വെച്ച് വേഗം വിസിലൊക്കെ കയറ്റി പെട്ടെന്നായിരുന്നു. ഒരു 2 വിസിൽ കയറ്റി വേഗം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചിക്കൻ കറി റെഡിയായി കേട്ടോ. അതുകൊണ്ട് പിന്നെ അച്ഛൻ വന്ന് സലാഡിനുള്ളതൊക്കെ അരിഞ്ഞ് തന്ന്, പിന്നെ അരിയൊക്കെ എനിക്ക് പാത്രത്തിലേക്കൊക്കെ പകർത്തി വെച്ചത് കാരണം പണി പെട്ടെന്ന് കഴിഞ്ഞ്. എന്തായാലും തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം കൂടെ കഴിക്കാനായിട്ട്. പക്ഷേ ഇത്തിരി ഉപ്പ് കുറഞ്ഞു പോയി, അത് മാത്രമേ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം കിടന്ന് ഉറങ്ങി ഒന്ന് എണീറ്റ് ഫ്രഷായി ഒരു മൂവിയൊക്കെ കണ്ടിരിക്കുകയാണ്. പൂപ്പിക്ക് ഈ ഓട്ടം തന്നെ കേട്ടോ ഫുൾ ടൈം. പിന്നെ ഏട്ടൻ നൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എപ്പോഴും പോലെ തന്നെ നൈറ്റ് ചോക്ലേറ്റ് തീറ്റിയൊരു പതിവാണ്. അപ്പം ന്യൂട്ടലിനെയും ബ്രെഡും മേടിച്ചിട്ട് വന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ബ്രെഡിനൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഒരു സൈസ് നോക്കിയേ ഗൈസ്, എല്ലാ ബ്രെഡും ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അവർക്കൊന്ന് മെസ്സേജൊക്കെ അയച്ചു കൊടുത്ത് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.